ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി കപ്പ കൊണ്ടുള്ള ഒരു ഡിഷാണ് ചെയ്യുന്നത്. ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ കാണും, അതും കൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിൽ മയോണീസൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഡിപ്പാണ് തയ്യാറാക്കുന്നത്. നമ്മളൊരു ക്യൂബൻ സ്റ്റൈലിലുള്ള ഒരു ചെണ്ടക്കപ്പ ഫ്രൈയും ഒരു ഡിപ്പുമാണ് ചെയ്യുന്നത്. കേരളത്തിലെ മാത്രം ഫുഡ് എന്നായിരുന്നു ഞാൻ കപ്പയെ കുറിച്ച് കരുതിയിരുന്നത്. ഇപ്പോൾ ലോകത്തിലെ പല വിഭാഗങ്ങളിൽ പല രാജ്യങ്ങളിലും കപ്പയുടെ ഉപയോഗമുണ്ട്. ഇപ്പോൾ ക്യൂബക്കാർ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മയോണൈസ് തയ്യാറാക്കാൻ ഹെൽത്തി മയോണൈസാണ്, ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു മയോണൈസാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയ ശേഷം അതിൻ്റെ വെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 5-6 അല്ലി ഗാർലിക്കും ചേർത്ത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് പിന്നീട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഉപ്പും, 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് പൾസ് മോഡിലൊന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോൾ അത് മയോണൈസ് റെഡിയായി വരും. കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടിച്ചാൽ മതി. അപ്പോൾ ആ മയോണൈസിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അത് വരുന്നതായിരിക്കും. മയോണൈസ് പിന്നെ നമ്മൾ ക്ലിയാൻഡ്രോ ഡിപ്പാണ് തയ്യാറാക്കുന്നത്. അതായത് മല്ലിയിലയൊക്കെ ചേർത്തിട്ടുള്ള കുറച്ച് മല്ലിയില എരിവിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീരും കൂടെ ചേർത്ത് അരച്ചത് നമ്മുടെ മയോണൈസിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്യൂബൻ ഡിപ്പ് തയ്യാറായി. ഇനി നമുക്ക് ചെണ്ടക്കപ്പ നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ ഉപ്പിട്ട് വേവിച്ച ചെണ്ടക്കപ്പയാണ്. അതിങ്ങനെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഒത്തിരി ഡീപ്പ് ഫ്രൈ വേണ്ട, ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് ഇതിന് കൂടെയുള്ള കോമ്പിനേഷൻ. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാർ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഫ്രൈ ചെയ്ത കപ്പയും പിന്നെ മയോണൈസൊക്കെ ചേർന്നിട്ടുള്ള ഡിപ്പും കൂടി ആകുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും. പിന്നെ ഹെൽത്തി മയോണൈസാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ കപ്പയൊക്കെ ഇതുപോലെ പുഴുങ്ങി ബാലൻസ് വന്നാൽ നമുക്ക് വൈകിട്ടത്തേക്കൊരു മേക്ക് ഓവർ ആക്കാം. ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.